അഖില, ഈ ഷിബിലയുടെ മാതാപിതാക്കളടക്കം ഇപ്പോൾ അവിടെ ചികിത്സയിലാണ്. ഷിബിലയുടെ പോസ്റ്റ്മോർട്ടം നടപടി എപ്പോൾ പൂർത്തിയാകും? രാജീവ്, 9 കൂടിയാണ് ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങിയത്. ഏകദേശം 10 കൂടി തന്നെ ഷിബിലയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങി. 12 കൂടി ബോഡി ഇത്തരത്തിൽ വിട്ടുകിട്ടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 12 കൂടി പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി. ഇത്തരത്തിൽ കരികുളം മദ്രസയിൽ പൊതുദർശനമുണ്ട് 1 കൂടി. അതിനുശേഷമായിരിക്കും കരികുളം മഹല്ല് ഖബർസ്ഥാനിൽ ഷിബിലയുടെ സംസ്കാരം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഇൻക്വസ്റ്റ് സാക്ഷികളോടൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പങ്കുവയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഷിബിലയുടെ ദേഹത്ത് ഏകദേശം 11 മുറിവുകൾ ഉണ്ടായിരുന്നു. കഴുത്തിന് വലതുവശത്തായിട്ട് വെട്ടേറ്റതാണ് ഏറ്റവും ആഴത്തിലുള്ള മുറിവ് എന്നാണ് എല്ലാവരും നമ്മളോട്, പോലീസും ഇത്തരത്തിൽ ഇൻക്വസ്റ്റ് സാക്ഷികളും നമ്മളോട് പങ്കുവയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇപ്പോൾ പൊതുപ്രവർത്തകനും ഇത്തരത്തിൽ ഇൻക്വസ്റ്റ് സാക്ഷിയുമായ ഷംസീർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇപ്പോൾ 11 മുറിവുകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കഴുത്തിലായിരുന്നു ആഴത്തിലുള്ള മുറിവ്. കഴുത്തിൻ്റെ വലത് സൈഡിൽ ആഴത്തിലുള്ള 2 മുറികളാണ് പ്രധാനമായിട്ടുള്ളത്. അത് അവിടെയുള്ള ആ നോവ് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്രൂരമായ രീതിയിലാണ് ഇത്തരം കൊലയാളികൾ അതായത് മനഃപൂർവ്വമാണ് കൊലപാതകം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മുറിവേറ്റി കൊലപാതകം ആസൂത്രമായിട്ട് തന്നെയാണ്. കാരണം വെച്ചാൽ ഇത്രയും ഒരു കയ്യറപ്പ് കൂടാതെ ഇത്രയും വലിയൊരു കുറ്റകൃത്യം ചെയ്യണമെങ്കിൽ അതൊരു ആസൂത്രണം തന്നെയാണ്. കാരണം അത്രയും ആ മുറിവുകൾ നമ്മൾ കാണുന്നതിന് നമുക്ക് ശരിക്കും മനസ്സിലാകുന്ന ഒരു സംഗതിയാണ്. അത്രയും ഭയാനകരമായ രീതിയിൽ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് കഴുത്തിനൊക്കെ പറ്റിയിട്ടുള്ള മുറികളുള്ളത്. പിന്നെ ബാക്കി പിറകിലായിട്ടും കൈക്കുമായിട്ടും മുറി സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും പുതിയ രീതിയിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഷിബിലയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് നമ്മൾ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞതിന് ശേഷം ഷിബിലയുടെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലാണുള്ളത്. അപ്പോൾ അവരെ നമ്മൾ കാണിക്കാനുള്ളൊരു സാഹചര്യം പേവാടിന് ലഹരിയുടെ ഉപയോഗം പോലും ഇല്ലാതെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് പൂർണ്ണ ബുദ്ധിയോടുകൂടിയാണ് ഇത്രയും ക്രൂരമായ കൊലപാതകം നടത്തിയത്. അത് അഫാന്റെ കേസിലാണെങ്കിലും അങ്ങനെയാണ്. അതായത് മാനസികമായ അങ്ങനെ സംശയിച്ചിരുന്നു. ഈ ഏതെങ്കിലും ലഹരിയുടെ അടിമയായിട്ട് അല്ലെങ്കിൽ അതിന്റെ സ്വാധീനത്തിലാണോ ഇത്രയും കൊലപാതകങ്ങൾ നടത്തിയതെന്ന് സംശയിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല.